കറക്റ്റ് ഹുക്കപ്പ് കണ്ട, കറക്റ്റ് ഹുക്കായി. അപ്പോൾ മച്ചാമാരെ, ഞാൻ ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി കേട്ടാ. ഇതാണ് നമ്മുടെ സ്പോട്ട്. വെള്ളത്തിൻ്റെ മണ്ടയിൽ കൂടെ കണ്ട ആവി പറക്കുന്നത്, തണുപ്പിൻ്റെ അടിപൊളി. അങ്ങനെ മച്ചാമാരെ, നമ്മൾ സ്പോട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. മീനൊക്കെ ഉള്ള സ്ഥലമാണ്, എന്നാലും നോക്കാം മീൻ അടിക്കുമോ ഇല്ലെന്ന്. വരാലിൻ്റെയും ചേറുമീൻ്റെയും ആക്ടിവിറ്റി പൊതുവേ ഇന്ന് കുറവാണ്. എന്നാലും നമ്മൾ ഈ സൈഡിലൂടെ, കുളത്തിൻ്റെ സൈഡിലൂടെയൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഓരോ തവണയും കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മീൻ അടിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് ക്ഷമയോടെ നിന്നാലേ നമുക്ക് മീനെ കിട്ടത്തുള്ളൂ. നമ്മൾ മാക്സിമം അരിവ് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവരും. വരാലിനെയും ചേറുമീനെയൊക്കെ പിടിക്കാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് അതിരാവിലെയാണ്. ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കങ്ങനെ ഒരു ചെറിയ മീനെ അടിച്ചിട്ടുണ്ട്. ഒരു 200-250 ഗ്രാം തൂക്കം വരുന്ന ഒരു ചെറിയ മീനാണ്. വരാലാണ് അടിച്ചിരിക്കുന്നത്. നമുക്കതിനെ പതുക്കെ പ്ലേസ് ചെയ്യാൻ, ലാൻഡ് ചെയ്യിപ്പിക്കാം. നല്ലതുപോലെ ഹുക്കായതുകൊണ്ട് ഞാനതിനെ വെറുതെ എടുത്ത് കരയിലിടുകയാണ് ചെയ്തത്. ഇനി മീനിനെ ഹുക്കിൽ നിന്ന് ഊരണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞിനെയാണ് അടിച്ചേക്കുന്നത്. ആരെങ്കിലും ഈ കുളത്തിൽ കൊണ്ടിട്ടതായിരിക്കാം എപ്പോഴേലും. അതാണ് ഇങ്ങനെ വിയറ്റ്നാം വരാലൊക്കെ ഈ കുളങ്ങളിൽ വരുന്നത്. നാടൻ വരാലൊക്കെ അടിക്കുന്ന ഭയങ്കര കുറവാണിപ്പം. ഇവന്മാരെ മാക്സിമം അടിച്ച് പിടിക്കുക, അത് തന്നെയാണ് ചെയ്യേണ്ടത്. നാടൻ വരാലിനും ഇതൊരു ഭീഷണിയാണല്ലോ. നമുക്ക് പതുക്കെ അവൻ്റെ ഹുക്കങ്ങ് ഊരാം. കറക്റ്റ് ഹുക്കപ്പ് കണ്ട, കറക്റ്റ് ഹുക്കായി. പറ്റിയത്
മീനിൻ്റെ ആക്ടിവിറ്റി നല്ലതുപോലെ കുറവാണ്. നമുക്കെന്നാലും എറിഞ്ഞു നോക്കാം. പൊതുവേ ഇവിടെ ചെറുമീനും നാടൻ വരാലും വിയറ്റ്നാം വരാലും അങ്ങനെയെല്ലാം കിട്ടുന്നൊരു സ്പോട്ടാണ്. ഞാൻ മാത്രമല്ല മീൻ പിടിക്കാൻ ഇവിടെ വരുന്നത്. ഇവിടെ അടുത്തൊക്കെ ഉള്ള ഒട്ടുമുക്കാൽ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം, വെറുതെ ആകത്തില്ലല്ലോ ഒന്നും. ആ സ്പോട്ട് മാറ്റി ഒന്ന് ശകലം മാറി നിന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുത്തനെയും കൂടിയും കിട്ടി. അതും ഒരു വിയറ്റ്നാം വരാലാണ്. അത് കുഴപ്പമില്ലാത്തൊരു സൈസ്. കിട്ടുന്നതിനെ വിയറ്റ്നാം വരാലിനെ ഞാൻ വിടാറില്ല. അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂണ്ട ഇടുന്നവർക്കൊക്കെ അറിയാം. അതിൻ്റെ വരവോടുകൂടി നമ്മളെ നാടൻ വരാലും ഒക്കെ കിട്ടുന്ന കുറഞ്ഞു. മാക്സിമം അവന്മാരെയൊക്കെ പിടിക്കുക തന്നെ ചെയ്യണം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നതിനെ കിട്ടിക്കഴിഞ്ഞാൽ വിടണം. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.